ആനും പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ തുടങ്ങിയില്ലേ അങ്ങ് ബാംഗ്ലൂർ, ഈ നാട്ടിലൊന്നും അല്ല. എല്ലാം അറിയുന്നുണ്ടല്ലേ? പിന്നെ ഞങ്ങളൊരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ രഹസ്യവും അപ്പൊ ചോർത്തിയെടുത്തു. അപ്പൊ ഈ ഇൻട്രൊഡക്ഷന്റെ കാര്യം പറയുമ്പോൾ ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ആൻ അഗസ്റ്റിൻ ആസ് പ്രൊഡ്യൂസർ. അല്ല, ഇത് ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു, ഞങ്ങൾ വിഷുവിന് അനൗൺസ് ചെയ്തു. അപ്പം ചോദിച്ചോണ്ട് പറഞ്ഞതാണ്. ഇല്ല, ഞാൻ കമ്പനി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഒരു 2017 തുടങ്ങിയതാണ്. ഇറ്റ്സ് കോൾഡ് മിറമാർ. അത് ആഡ്സ് മാത്രം ചെയ്യണതാണ്. ഞങ്ങള് ഇപ്പം ടൂറിസം ആണെങ്കിലും അങ്ങനെ ആഡ്സ് മാത്രം ചെയ്യണ ഒരു കമ്പനി ആയിരുന്നു. അപ്പം ഈ ഇയർ ഞങ്ങള് മൂവിയിലേക്ക് കാല് വെക്കുകയാണ്. അപ്പോഴും ഇതുപോലെ തന്നെ പുതിയ ആൾക്കാരെ തന്നെ പിക്ക് ചെയ്യാനാണോ അതെയോ? ഇല്ല, കോ പ്രൊഡക്ഷൻ ആണ്. എന്റെ കമ്പനിയും ആന്റെ കമ്പനിയും അങ്ങനെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കന്നഡത്തില്. എന്നെ ഒന്ന് രക്ഷിക്കും രണ്ടുപേരും ചേർന്ന്. അങ്ങ് കന്നഡത്തില്, അങ്ങ് കന്നഡയിലോ എവിടെയെങ്കിലും ഒന്ന്. അതിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന ഷൂട്ടിംഗ് കഴിഞ്ഞു. അതും കഴിഞ്ഞു. പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇപ്പം മെയില് റിലീസ് ചെയ്യാൻ പോവാണ്. അടുത്ത മാസം. അപ്പൊ അതില് എന്താണ് ടൈറ്റിലൊക്കെ റിവീൽ ചെയ്യാറായോ? ഇല്ല. എന്ത് ജോണറിലുള്ള സിനിമയാണ്? കോമഡി. ഓക്കെ. അതില് ചേട്ടാ അഭിനയിച്ചിട്ടുണ്ടോ? കന്നഡ ഗൊത്തില്ല. ആൻ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ എവിടെയാണ് എളുപ്പം? പ്രൊഡ്യൂസർ ഞാൻ പറയാം, മലയാളത്തിനെക്കാട്ടിലും കോസ്റ്റ് കുറവ് കന്നഡത്തിലാണ്. കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് തീരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു പടമാണ് വിജയ്. ഇങ്ങനെ എല്ലാ പടവും ആവണമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് പടത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നു. നമുക്ക് കോസ്റ്റ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുന്നു. ആൻഡ് കുറച്ചും കൂടെ വലിയ മാർക്കറ്റുമാണ്. കുറച്ചും കൂടെ വലിയ മാർക്കറ്റാണ്. അപ്പം നോക്കാം, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. അതെ അതെ അതെ. ഇനിയും ഒരുപാട് സിനിമകൾ കന്നഡ മാത്രമല്ല, തെലുങ്ക്, ഹിന്ദി എല്ലാത്തിനും നമുക്ക് ഒരെണ്ണം പിടിക്കണം. എല്ലാത്തിനും ഇപ്പൊ ഹിന്ദിയിൽ ചെയ്യാൻ പോലെ എല്ലാത്തിനും ചേട്ടൻ പിടിക്കണം. ഞാൻ ചേട്ടനെ പിടിക്കും. ഹോം ഹിന്ദിയിൽ ചെയ്യാൻ പോവാണ്. ഹോം അത് ഇവിടെ മഞ്ജു ചേച്ചി വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ എന്താണ് പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെ ആയി? അതിന്റെ അവിടുത്തെ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു. ഇനി അവിടുത്തെ കാസ്റ്റിംഗിലേക്ക് പോകും. റോജിൻ തന്നെയാണോ? അല്ലല്ല, ഹിന്ദിയിൽ അവിടെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കണം. ഹോം നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഫ്രൈഡേ ഫിലിം ഹൗസ് അതിന്റെ ഒരു പാർട്ട് ഇവിടെ. ഈ ഹോം എന്ന് പറഞ്ഞ സിനിമ അതായത് OTTക്ക് വേണ്ടി തന്നെ നിങ്ങൾ ചെയ്തതാണല്ലോ. അപ്പൊ അതൊരു സിനിമ കഥ കേട്ടപ്പോൾ തന്നെ നമ്മൾ വിഷ്വലി കാണുമ്പോൾ നല്ല ആക്ടേഴ്സിന്റെ പെർഫോമൻസും RRഉം എല്ലാം കൂടി വരുമ്പോൾ ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടും. പക്ഷെ ഒരു ബ്ലാങ്ക് സ്റ്റോറി ആയിട്ട് കേൾക്കുമ്പോൾ എങ്ങനെയാ ജഡ്ജ് ചെയ്തത്? ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു മൂഡ് എന്താണ്, അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതൽ വർക്കാവും എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഹോം എന്ന് പറയുന്ന സിനിമ ഞാൻ 5 വർഷം മുമ്പ് കേട്ട കഥയാണ്. അത് കഴിഞ്ഞ വർഷം ചെയ്യാനുള്ള കാരണം നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം അതിന്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ റോജിനോട് പറഞ്ഞത്, ഇപ്പം നമുക്ക് നിങ്ങൾ അന്ന് പറഞ്ഞ സാധനം ഇപ്പം ചെയ്താൽ വർക്കാവും എന്ന് പറഞ്ഞു. അപ്പം അതും ഒരു റീസണാണ്. അപ്പം നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ ഒരു മൂഡ് എന്താണ്, അത് ആ സിനിമ ആ സമയത്ത് പറയുമ്പോൾ അത് വർക്കാവാനുള്ള സാധ്യത, അതുകൊണ്ടാണ് ഹോം വർക്കായെന്നും കൂടെ, അതും കൂടെ കാരണമാണ് ഹോം വർക്കായെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഫോൺ അഡിക്ഷൻ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഫോൺ അഡിക്ഷനെ കുറിച്ച് കഥ പറയുമ്പോൾ വർക്കാവും. അതിലെ ഓരോ സിറ്റുവേഷൻസ് നമുക്കെല്ലാം നമ്മളെല്ലാവരും ചെയ്യുന്നതായിരിക്കും അല്ലേ? ഈ പറഞ്ഞ ഫോൺ നോക്കി ഏത് സമയവും സെൽഫി, അതുപോലെ ഫോൺ അറിയാത്ത ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അതും അതിന്റെ ഒരു റീസൺ ആണ് ഹോം വർക്ക് ആയതിന്റെ. ചേട്ടൻ അങ്ങനെ റിയൽ ആയിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഈ എന്താ പറയുക ഫോൺ? അല്ല, എന്റെ അച്ഛൻ, ഞാൻ പറഞ്ഞ ഐ ഡെഡിക്കേറ്റ് ദാറ്റ് മൂവി ടു മൈ ഫാദർ. ബിക്കോസ് എന്റെ അച്ഛന് ഫോൺ എന്ന് പറയുന്നത് കോള് വരുന്ന ഒരു സാധനം മാത്രമാണ്. അതിന്റെ വാട്സപ്പ് ഒന്നോ ഇമെയിലെന്നോ അങ്ങനെ അതേപോലെ തന്നെയാണ് റോജിന്റെ അച്ഛനും. അതിൽ നിന്നും ഇൻസ്പയർ ആയ ഒരു കഥയാണിത്. അപ്പം അങ്ങനത്തെ അച്ഛന്മാർ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പം അവരെ എന്താ ടെക്നോളജിക്കലി ഔട്ട്ഡേറ്റഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ വില കൊടുക്കാറില്ല. അപ്പം അതാണ് ആ സിനിമ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പം എല്ലാവർക്കും അതൊരു ഐ ഓപ്പണർ ആയി എന്ന് പറഞ്ഞ് എത്രയോ മെസ്സേജസ്, എത്രയോ കോൾസ്. ഐ മീൻ ഞാൻ ഈ സിനിമ കണ്ടിട്ട് പോയി എൻ്റെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന എത്രയോ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടായി എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ആനിന് എന്തായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്? എന്തായിരുന്നു കൂടുതൽ കണക്ട് ചെയ്തത്? ആ അച്ഛൻ മോനായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് എനിക്ക് കണക്ട് ചെയ്തത്. ആൻ ആ സിനിമയുടെ ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോയിട്ടുള്ളതാണ്. ഞങ്ങൾ സ്ക്രിപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ തോട്ട് ഉൾപ്പെടെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ കഥ കേട്ടിട്ടുണ്ട്. പിന്നെ ഷീസ് എ ഗുഡ് ജഡ്ജ് ഓഫ് മൂവീസ്. വളരെ സ്ക്രിപ്റ്റ് സെൻസ് ഉള്ള ആളാണ്. അപ്പം
അഭിനയിക്കാൻ അത്ര സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എന്റെ ആളാണ്. അമ്മയെ ഞാൻ ഇവിടെ ഇരിക്കുന്ന 2 സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സിന്റെ നടക്കാണ് ചതഞ്ഞറിഞ്ഞു പോലും. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാനിത് എവിടാ ഇരിക്കുന്നത്, എവിടെയാണ് വന്നിരിക്കുന്നത്. ശ്ശോ. ഭാഗ്യം ചെയ്ത ജന്മമാണ്, ജന്മത്തിൽ ചെയ്ത സുഹൃതമാണ് ഇങ്ങനെ ഒരു ഭാഗ്യം താങ്കൾ കിട്ടിയത്. സ്മരണ വേണം, സ്മരണ. സ്മരിച്ചു